സോ എം ഫേവറിൻ്റെ ഒരു നെക്സ്റ്റ് ക്ലാസ്സിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ടോപ്പിക് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഒരു ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പഠിച്ചിരുന്നു. ഇൻ്റഗ്രേഷൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഓൾറെഡി കഴിഞ്ഞിരുന്നു. സോ നമുക്ക് ഇനിയും ഇന്ന് ചെയ്യുന്നത് നമ്മൾ കുറച്ച് പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഒരു കുറച്ച് ഫോർമുലാസ് തന്നിരുന്നു, ബേസിക് ആയിട്ടുള്ള ഫോർമുലാസ്. അപ്പം ഞാനത് കുറച്ചുകൂടെ ഒന്ന് ബേസിക് ഇന്ന് എടുക്കാം. കാരണം ഈ ഫോർമുലാസ് എങ്ങനെയാണ് വന്നതെന്നുള്ളതൊക്കെ ഡയറക്റ്റ് ഫോർമുലാസ് തന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. സോ അതുകൊണ്ട് ഞാൻ ആ ഒരു ഇതൂടെ ഒരു ബേസിക് തൊട്ട് ഒന്നുകൂടെ ഒന്ന് എടുത്തു തരാം. സോ ഞാൻ അതിനായിട്ട് ഫസ്റ്റ് പറയുന്നത് എന്താണ് ഇൻ്റഗ്രേഷൻ എന്നുള്ളത് നമുക്ക് ഒരു ബേസിക്സ് വേണം. സോ അതിനായിട്ട് ഞാൻ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ നമ്മൾ ലിമിറ്റ് പഠിക്കുമ്പോൾ നമ്മൾ എഫ് ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ എന്താണെന്നുള്ളതൊക്കെ നമ്മളൊന്ന് പഠിച്ചിരുന്നു. സോ നമുക്ക് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് എക്സ് വൈ ആക്സിസിൽ നമ്മൾ ലിമിറ്റ് പഠിക്കുമ്പോൾ ഓൾറെഡി പഠിച്ചിരുന്നു. ഓക്കെ, സോറി. നമ്മൾ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ് വരുന്നത്. സോ ഞാൻ ഇപ്പം പറയാൻ പോകുന്ന ഇൻ്റഗ്രേഷൻ്റെ ഒരു ബേസിക്സ് ആണ്. നിങ്ങൾക്ക് ചിലപ്പം നമ്മൾ ഡയറക്റ്റ് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞ് ഇപ്പം ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞ ഫോർമുല എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞൊരു ഫോർമുല പറഞ്ഞു. പിന്നെ ഇങ്ങനെ ഒരു ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു. സോ എഫ് ഓഫ് എക്സ് ഇൻ്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസിക്കൽ ടു എന്തായിരിക്കും? നമുക്കൊരു ഒരു ഫംഗ്ഷൻ, അതായത് നമ്മുടെ ഒരു ആൻസർ കിട്ടും. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ ഒരു ആൻസർ കിട്ടും, പ്ലസ് സി എന്ന് പറഞ്ഞൊരു കോൺസ്റ്റൻറ്റ് കിട്ടും. ഇതാണ് ബേസിക്കലി ലാസ്റ്റ് ക്ലാസ്സിൽ അങ്ങനെ സ്ട്രെയിറ്റ്ലി നമ്മൾ പറഞ്ഞു പോകായിരുന്നു. പക്ഷെ അങ്ങനെയല്ല. ഇപ്പം ഇവിടെ വരുമ്പോൾ നമുക്ക് എന്താണ് എഫ് ഓഫ് എക്സ്, എങ്ങനെയാണ് ഒരു അല്ല ഇൻ്റഗ്രേഷൻ്റെ ഒരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ ഇത് എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണെങ്കിൽ നമ്മുടെ ഒരു ഫംഗ്ഷനാണ് എഫ് ഓഫ് എക്സ്. ഞാൻ ലിമിറ്റിൻ്റെ ഒരു ക്ലാസ്സിലും ഇതുപോലെ തന്നെയാണ് പറഞ്ഞത്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണെങ്കിൽ, സോ എനിക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ എഫ് ഓഫ് എക്സിൻ്റെ അല്ലെങ്കിൽ ഈ കേർവ്, എഫ് ഓഫ് എക്സിൻ്റെ കേർവിൻ്റെ ഇതൊരു കേർവാണ്. സോ എഫ് ഓഫ് എക്സിൻ്റെ ഏരിയ കണ്ടുപിടിക്കണം, ഏരിയ ഓഫ് ദി കേർവ്. അത് ഈ കേസിൽ നമുക്ക് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന ഒരു കേർവാണ് വന്നത്. അത് ഏതൊരു ഇതിലും നമുക്ക് എക്സ് വൈ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു ഷേപ്പ് വരാം. സോ ഇതിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ നേരെ എന്ത് ചെയ്യുന്നു, ഇതിനെ ഇങ്ങനെ ആക്കുന്നു. സോ ഇതാണ് നമ്മുടെ ഷേപ്പ്. ഈ ഷേപ്പിലായിരിക്കണം നമ്മൾ ഏരിയ കണ്ടുപിടിക്കണം. പക്ഷെ നമുക്കറിയാം ഇതൊരു ഇറഗുലർ ഷേപ്പാണ്. നമുക്ക് സർക്കിൾ എന്നുള്ള ഷേപ്പ്, അല്ലെങ്കിൽ റെക്റ്റാങ്കിൾ, ട്രയാങ്കിൾ, ഇതൊക്കെയാണ് നമുക്ക് കറക്റ്റ് ഷേപ്പിനുള്ള ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ഇതൊരു ഇറഗുലർ ഷേപ്പാണ്. സോ നമുക്കിതിനെ ഏരിയ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിനെ നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് റെക്റ്റാങ്കിളായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അത് എനിക്ക് എത്ര റെക്റ്റാങ്കിൾ വേണമെങ്കിലും ആക്കാം. ഇതിപ്പോൾ ഈ ഇത്രയേ ഉള്ള ഏരിയ. സോ ഞാൻ ഇതിനെ റെക്റ്റാങ്കിളായിട്ട് എടുക്കുന്നു. സോ എനിക്ക് ഇനി ഈ ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ, സപ്പോസ് ഞാൻ ഇതിൻ്റെ ഈ റെക്റ്റാങ്കിളിൻ്റെ ഡി എക്സ് ആണെന്ന് വിചാരിക്കുക, ലെങ്ത്. ഇതിൻ്റെ ഹൈറ്റ് ഡി കെ.
ഈ റെക്റ്റാങ്കിളിൻ്റെ പേര് നമുക്ക് കെ എന്നെടുക്കാം. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഡി കെ എന്നെടുത്തു കഴിഞ്ഞാൽ ഡി എക്സ് എന്ന് പറയുന്നതായിരിക്കും ഇതിൻ്റെ വിത്ത് എന്ന് പറയുന്നത്. സോ നമുക്ക് ഒരു റെക്റ്റാങ്കിളിൻ്റെ നമുക്കറിയാം ഏരിയ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈറ്റ് ഇൻറ്റു അതായത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഞാനിത് ജസ്റ്റ് നമ്മുടെ ഇതിലേക്ക് പോകാൻ വേണ്ടി എന്താണ് ഇൻ്റഗ്രേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം റെക്റ്റാങ്കിൾ എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഡി എക്സ് ഇൻറ്റു ഡി കെ എന്ന് വരും. സോ നമുക്ക് ഇങ്ങനെ ഇവിടെ ഒരു റെക്റ്റാങ്കിളിൻ്റെ മാത്രം ഒരു സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ നമ്മൾ ഏരിയ ആണ് ഇപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടിയത്. സോ നമ്മൾ ഒരു ശരിക്കും ഈ ഒരു ഇൻ്റഗ്രേഷൻ എന്നുള്ള ഐഡിയ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു സ്മോൾ റെക്റ്റാങ്കുലറിൻ്റെ ഏരിയയുടെ ഇക്വേഷൻ നമ്മൾ എടുത്തു. സോ നമുക്കൊരു ഇക്വേഷൻ ഇവിടെ കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹോൾ ഈ ഏരിയ, അതായത് അങ്ങനെയുള്ള കുറേ റെക്റ്റാങ്കിൾസ് ഇവിടെ ഉണ്ട്. സോ എല്ലാത്തിൻ്റെയും കൂടെ ഹോൾ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇത് എ എന്ന് പറയുന്ന സൈസാണ്, ഇത് ബി എന്ന് പറയുന്ന ഒരു പോയിന്റ് ആണെങ്കിൽ എ മുതൽ ബി വരെയുള്ള പോയിന്റിൽ ഈ ഒരു ഫംഗ്ഷൻ്റെ ഏരിയ. അപ്പം ഞാനിതൊരു എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ പറയുന്നത്. ഇങ്ങനെ പല ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ ഫംഗ്ഷൻ്റെ ഏരിയ എ തൊട്ട് ബി വരെ, കാരണം എ ആണ് എൻഡ് പോയിന്റ്, ബി ഒരു എൻഡ് പോയിന്റ് ആണ്. സോ എ മുതൽ ബി വരെ ഇതിൻ്റെ എങ്ങനെയാണ് ഈ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ഏരിയ നമ്മുടെ ഈ കേസിൽ വരുമ്പോൾ ഏരിയ ആണ്. ഏരിയ ഇസ് ഈക്വൽ ടു എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എ ടു ബി എഫ് ഓഫ് എക്സ് ചെയ്യാം. പിന്നെ നമ്മൾ ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് അതിലേക്ക് വരാം. ഇപ്പോൾ ഒരു ഇൻ്റഗ്രേഷൻ എന്ന് പറയുമ്പോൾ ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഇതാണ് വരുന്നത്. സോ നമുക്ക് ഒരു പർട്ടിക്കുലർ സ്മോൾ റെക്റ്റാങ്കിളിൻ്റെ കാണുന്നതിന് ഞാനിവിടെ ഒരു സ്മോൾ റെക്റ്റാങ്കിൾ എടുത്തിട്ട് അതിൻ്റെ ഏരിയ കണ്ടു. അതേപോലെ തന്നെ നമുക്ക് കിട്ടിയ ആ ഒരു ഇറഗുലർ ഷേപ്പിനെ നമ്മൾ എന്ത് ചെയ്തു, കുറേ റെക്റ്റാങ്കിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. സോ നമുക്ക് ഒരു പർട്ടിക്കുലർ റെക്റ്റാങ്കിളിൻ്റെ ഇക്വേഷൻ നമ്മൾ അവിടെ നിന്ന് എടുത്തു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇൻ്റഗ്രേഷൻ എ മുതൽ ബി വരെ ആ ഒരു ഇതിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഹോൾ ഏരിയ അല്ലെങ്കിൽ ഫംഗ്ഷൻ്റെ ഈ ഒരു എഫ് ഓഫ് എക്സ് എന്നുള്ള ഏരിയ അണ്ടർ ദി ഫംഗ്ഷൻ, ഈ ഒരു ഫംഗ്ഷൻ്റെ കേർവിൻ്റെ ഒരു ഏരിയ നമുക്കിവിടെ ആൻസർ ആയിട്ട് കിട്ടും. സോ ഇതാണ് എഫ് ഓഫ് എക്സ് എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ നമുക്കൊരു ഇൻ്റഗ്രേഷൻ്റെ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്. സോ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് കുറച്ച് നേരെ പ്രോബ്ലത്തിലേക്ക് കടക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന പ്രോബ്ലംസ് എല്ലാം എഴുതി ചെയ്യാമെന്നാണ്. അതുകൊണ്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അങ്ങനെ ഇതിൽ ഉണ്ടാവില്ല. നമുക്ക് ഈ നോട്ട്സിൽ കുറച്ച് ഫോർമുലാസ് ഉള്ളൂ, അത് ലാസ്റ്റ് നമ്മൾ നോട്ടിൽ തന്നത് തന്നെയാണ്. അപ്പം ആ ഫോർമുലാസ് തന്നെ കുറച്ച് റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് കൂടാതെ ഞാൻ എഴുതി ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഡയറക്റ്റ് ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ഫോർമുലാസ് പറഞ്ഞു. അപ്പം ഞാൻ ആ ഫോർമുലാസ് താഴെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് 2 പേജ് കഴിയുമ്പോൾ ഞാൻ അത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഞാനത് ഒന്നുകൂടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്യാം. നമുക്ക് ഇൻ്റഗ്രേഷനിൽ കുറച്ച് ഫോർമുലാസ്, അതിൽ ഫസ്റ്റ് ഫോർമുല, അപ്പോൾ ഇതിൻ്റെ ഈ ഒരു ഇൻട്രൊഡക്ഷനാണ് ഇപ്പോൾ പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞുള്ള ഒരു ആപ്ലിക്കേഷൻ വെച്ചാണ് നമ്മളിത് പഠിച്ചത്. സോ ഞാൻ ഇക്വേഷനിലേക്ക് പോവുകയാണ്. നിങ്ങൾക്കത് ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ ഞാൻ ഇക്വേഷനിലേക്ക് പോകാം.
നിങ്ങളൊന്ന് നോട്ട്ബുക്ക് എടുത്തിട്ട് നോട്ട് കൂടെ എഴുതി പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ക്യാച്ച് ചെയ്യാനായിട്ട് പാടായിരിക്കും. സോ ഞാൻ എല്ലാ ഇക്വേഷനും എഴുതിയാണ് പോകുന്നത്. അതുകൊണ്ട് നിങ്ങളൊരു നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ എഴുതി 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 പോകണം. പിന്നെ ഇതിൽ നിങ്ങൾക്ക് ലൈവിലുള്ളവരെല്ലാം ഇത് റെസ്പോണ്ട് ചെയ്യണം, കാരണം മാത്സ് ആണ്. സോ നിങ്ങൾക്ക് അത് മനസ്സിലാക്കി പോകണം, അതുകൊണ്ട് എല്ലാവരും റെസ്പോണ്ട് ചെയ്യണം. സോ നമ്മുടെ ഫസ്റ്റ് ഫോർമുല വരുന്നത്, നമ്മൾ ഡെറിവേറ്റീവ് പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ചിരുന്നു x⁻n എന്ന് പഠിച്ചിരുന്നു. സോ അതിൻ്റെ d/dx ഓഫ് x⁻n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n ഇൻറ്റു x⁻n-1. ഇതൊരു ബേസിക് ഫോർമുലയാണ്, കാരണം നമുക്ക് x⁻² വന്നാലും x⁻3 വന്നാലും എല്ലാം നമുക്ക് ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യാമായിരുന്നു. സോ അതാണ്, അതുപോലെ തന്നെയാണ് നമ്മുടെ ഇൻ്റഗ്രേഷൻ്റെ ഒരു ബേസിക് ഫോർമുലയാണ് integral x⁻n dx is equal to x⁻n plus 1 divided by n plus 1 plus c ആണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമുല. എങ്ങനെയാണ് the integral x⁻n dx is equal to x⁻n plus 1 divided by n plus 1 പ്ലസ് സി കോൺസ്റ്റന്റ്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ഇവിടെ നമുക്ക് എപ്പോഴും എന്താണ്, ഒരു കോൺസ്റ്റന്റ് വാല്യൂയും കൂടെ നമുക്കിവിടെ വരുന്നുണ്ട് ഇൻറ്റഗ്രേഷനിൽ. അത് ലിമിറ്റ് ഇവിടെ a to b തന്നിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല, കാരണം ഇവിടെ ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണ്. ഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണെങ്കിൽ നമുക്ക് സി എന്ന് പറയുന്ന ഒരു കോൺസ്റ്റന്റ് വരുന്നില്ല. സോ അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്യുന്ന നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1, ഫംഗ്ഷൻ വരുന്നത് അപ്പം ഞാൻ ഇതിന് പകരം ആ ക്വസ്റ്റ്യനിലേക്ക് കടക്കുന്ന മുമ്പ് 1-2 ഫങ്ഷൻസിൻ്റെ പറയാം. ഇൻ്റഗ്രൽ ഡി എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് ഡി എക്സ് എന്ന് പറയുന്നത്, ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് എക്സ് ആയിരിക്കും, എക്സ് പ്ലസ് സി ആയിരിക്കും. അതെന്താണെന്ന് ചോദിച്ചാൽ നമുക്കറിയാം എക്സിൻ്റെ ഡെറിവേറ്റീവ്, നമ്മൾ റിവേഴ്സ് ഓഫ് ഡിഫറൻസിയേഷൻ ആണ് ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നു. എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് ഡി എക്സ് എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഡി എക്സിൻ്റെ ഇൻ്റഗ്രൽ ആയിരിക്കും എക്സ് എന്ന് വരുന്നത്. അപ്പോൾ അതായത് ഇത് ഇങ്ങനെ പോകുമ്പോൾ ഡിഫറൻസിയേഷൻ തിരിച്ചു വരുമ്പോൾ റിവേഴ്സായിട്ട് വരുമ്പോൾ ഇൻ്റഗ്രേഷൻ ആയിട്ട് വരും. സോ ഇത് ഒരു ഫോർമുല. അതേപോലെ നെക്സ്റ്റ് ഒരു ഫോർമുലയാണ് ഇൻ്റഗ്രൽ e⁻x dx. നമുക്കറിയാം ഈ ഡിഫറൻസിയേഷൻ പഠിച്ചപ്പോഴും e⁻x എന്ന് പറയുന്നത് എപ്പോഴും ഡെറിവേറ്റീവ് ഓഫ് e⁻x എന്ന് പറയുന്നത് എന്തായിരുന്നു, e⁻x എന്ന് ആയിരുന്നു. അതേപോലെ തന്നെ ഇൻ്റഗ്രൽ വരുമ്പോഴും അത് തന്നെയാണ്, e⁻x പ്ലസ് സി വരും. അത് ഒരു ഫോർമുല. ഈ ഫോർമുലാസ് എല്ലാം ഒന്നുകൂടെ എഴുതുന്നുണ്ട്, പക്ഷെ അത് കൂടാതെ നമ്മൾ ഒന്ന് പഠിച്ചു പോകാം. നെക്സ്റ്റ് ഫോർമുല ഇൻ്റഗ്രൽ 1/x dx. 1/x dx ഇതിൻ്റെ വരുന്നത് ലോഗ് മോഡ് എക്സ് പ്ലസ് സി വരും. ലോഗ് മോഡ് എക്സ് പ്ലസ് സി. പിന്നെ ഇവിടെ എന്തുകൊണ്ടാണ് മോഡ് എക്സ് വരുന്നതെന്നുള്ളതൊക്കെ നമ്മളിനി ഒന്നുകൂടെ വരും. അത് എക്സിൻ്റെ വാല്യൂ പ്ലസ്സും ആകാം മൈനസും ആകാം. അതുകൊണ്ടാണ് നമ്മൾ മോഡ് എക്സ് എന്ന് പറഞ്ഞ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. അത് നമ്മളിനിയും വരുന്നുണ്ട്, നമുക്ക് ഒന്നുകൂടെ നോക്കാം. അപ്പം ഞാൻ കുറച്ച് ഫോർമുലാസ് ഇപ്പം അങ്ങനെ എഴുതുക, നമുക്ക് എന്നിട്ട് വേണം പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയാണ്, അത് ബേസ് ചെയ്തുള്ള പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ഫോർമുല a⁻x into dx is equal to a⁻x divided by log a plus c. എല്ലാത്തിനോടും സി വരുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. ഇവിടെ എ മുതൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റ് തന്നിട്ടില്ല, ലിമിറ്റ് തരാത്തതുകൊണ്ട് ഇത് ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണ്. അതുകൊണ്ടാണ് ഒരു കോൺസ്റ്റന്റ് വാല്യൂ നമ്മുടെ സി എന്ന് പറഞ്ഞ് നമ്മളിവിടെ ആഡ് ചെയ്തിരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. അപ്പം ഇത് ഒരു ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫോർമുല, അതായത് റേസ് ടു വരുന്നതാണ്, അല്ലെങ്കിൽ 1/x വരുന്ന, a⁻x വരുന്ന, പിന്നെ e⁻x വരുന്ന, അങ്ങനത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി ചെയ്യാൻ പോകുന്നത്. സോ ഞാനിവിടെ പ്രോബ്ലം
ക്വസ്റ്റ്യൻ നമ്പർ 1. നിങ്ങളും എൻ്റെ കൂടെ തന്നെ ചെയ്തു പോകണം, അല്ലെങ്കിൽ പിന്നെ ഒരു ഡൗട്ട്. എക്സ് റേസ് ടു 5 ഡി എക്സ് എപ്പോഴും ഓർത്തോണം. ഒരു ഇൻ്റഗ്രൽ വരുമ്പോൾ എക്സ് റേസ് ടു 5 എന്ന് മാത്രം വരില്ല, ഇൻറ്റു ഡി എക്സ് വരും ആ ഫംഗ്ഷൻ. എങ്കിൽ മാത്രം നമുക്ക് ആ ഫംഗ്ഷന്, അതായത് ഇതുണ്ടെങ്കിൽ ഇത് ഡി എക്സും ഉണ്ടാവും, അല്ലെങ്കിൽ വൈ അതിരുന്നെങ്കിൽ വൈയുടെ കൂടെ ഡി വൈ ഉണ്ടാവും. അങ്ങനെയായിരിക്കും ഇത് വരുന്നത്. ഞാൻ അതൊന്നുകൂടെ ഒന്ന് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടെ. സോ ക്വസ്റ്റ്യൻ വന്നിട്ട് ഇന്റഗ്രൽ എക്സ് റേസ് ടു 5 ഡി എക്സ്. സോ ഇതിൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചു. ദിസ് ഈസ് സിമിലർ ടു ഏത് ഫോർമുലയാണ്? എക്സ് റേസ് ടു എൻ. ഡി എക്സ് എന്നുള്ള ഫോർമുല അറിയാം. എക്സ് റേസ് ടു എൻ പ്ലസ് 1 ഡിവൈഡ് ബൈ എൻ പ്ലസ് 1. സോ ഇവിടെ ആൻസർ, ഞാൻ ഇങ്ങനത്തെ ചെറിയ പ്രോബ്ലംസ് എല്ലാം ഡയറക്റ്റ് നമുക്ക് ഇക്വേഷൻ അപ്ലൈ ചെയ്യാനുള്ളൂ. സോ ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് സ്പീഡിൽ തന്നെ ചെയ്തു പോവാം. നമ്മുടെ ആൻസർ എന്താണ്? എൻഡിന് പകരം ഇവിടെ 5 ആണ്. സോ ആൻസർ വന്നിട്ട് എക്സ് റേസ് ടു 5 പ്ലസ് 1 ഡിവൈഡ് ബൈ 5 പ്ലസ് 1 പ്ലസ് സി. സോ എക്സ് റേസ് ടു 6 ഡിവൈഡഡ് ബൈ 6 പ്ലസ് സി. അപ്പോൾ ഫസ്റ്റ് ആൻസർ കിട്ടി. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 2. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇന്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ് അതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം റൂട്ട് എക്സിനെ നമുക്ക് എന്ത് ചെയ്യാം? എക്സ് റേസ് ടു എൻ, നമുക്ക് ആകെ അറിയാവുന്ന ഇക്വേഷൻ ഇപ്പം എക്സ് റേസ് ടു എന്നിൻ്റെ ഇൻ്റഗ്രൽ കാണാനേ അറിയത്തുള്ളൂ. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ റൂട്ട് എക്സിനെ ഞാൻ പ്രീവിയസ്ലി ഒരു പ്രോബ്ലം ഒക്കെ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു, റൂട്ട് എക്സിനെ എപ്പോഴും നമുക്ക് എന്തായിട്ട് എഴുതാം? റൂട്ട് എക്സിനെ എക്സ് റേസ് ടു 1/2 എന്ന് എഴുതാം. സോ ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1/2 ഡി എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ അപ്ലൈ ചെയ്ത ഫോർമുല ഉണ്ടല്ലോ, അതങ്ങോട്ട് അപ്ലൈ ചെയ്യുക. എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ 1/2 പ്ലസ് 1 ദാറ്റ് ഈസ് ഈക്വൽ ടു, നിങ്ങൾക്കറിയാലോ, 3/2 വരും. 3/2 2/3 വരും. എക്സ് റേസ് ടു 3/2 ഹോൾ ഡിവൈഡ് ബൈ 3/2. പിന്നെ നിങ്ങൾക്ക് ഇത് ബുദ്ധിമുട്ടുണ്ടോ 1/2 പ്ലസ് 1 ചെയ്യാനായിട്ട്? അതായത് ഇവിടെ താഴെ 1 ആണെങ്കിൽ രണ്ട് രീതി ചെയ്യാം. ഒന്നുകിൽ നമുക്ക് 2 കോമൺ ആയിട്ട് എടുത്തു, എന്നിട്ട് കൺഫ്യൂഷൻ ഒഴിവാക്കാനായിട്ട് ഞാൻ ഈ മെത്തേഡ് തന്നെ പറയും. അതായത് നമ്മൾ താഴെയുള്ള ഡിനോമിനേറ്റർ തമ്മിൽ ഇൻറ്റു ചെയ്യുന്നു. സോ 2 × 2 ഇത് ചെയ്തു. പിന്നെ 1 × 1 ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 × 1 പ്ലസ് 2 × 1 2. സോ 3/2 എന്ന് വരും. നിങ്ങൾ ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കുന്ന, സോ അത് എക്സ് റേസ് ടു 3/2 ഹോൾ ഡിവൈഡ് ബൈ 3/2 വരും. ഇനി നമുക്കറിയാം എന്താണ് 3/2നെ നമുക്ക് ഈ താഴെ വന്നേക്കുന്ന 3/2 മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ 2/3 എന്ന് വരും. സോ എക്സ് റേസ് ടു 3/2 എന്ന്. ക്ലിയർ ആണല്ലോ? ക്ലിയർ ആണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ഇക്വേഷൻസ് ഒക്കെ ഞാൻ എഴുതിയേക്കുന്നതാണ്. ഞാനിപ്പോൾ ആ ഇക്വേഷൻസ് ഇത് തന്നെയാണ് ഇപ്പോൾ ഒന്നുകൂടെ എഴുതുന്നത്. കാരണം നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതുമ്പോൾ പ്രോബ്ലം ചെയ്യാനുള്ള ഒരു ഇതും മനസ്സിലാവും. ഓക്കെ അല്ലേ എല്ലാവരും? അങ്ങനെയാണെങ്കിൽ ഞാൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇപ്പം നിങ്ങൾ ഫോർമുലാസ് ഇപ്പം നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ അത് എഴുതിയത് നോട്ട്സിലുള്ളത് നോക്കാം. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് നോക്കട്ടെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ 1/(x
x⁻n ആണ്. അതായത് നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഇത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടാണ് വരുന്നത്, അതായത് കോംപ്ലിക്കേറ്റീവ് ആയിട്ടാണ് വരുന്നത്. അപ്പം ഇപ്പം എന്തായി 1/x⁻n ആയി. സോ എങ്ങനെ വരും എന്നുള്ളതാണ് ചെയ്യേണ്ടത്. ഇൻറ്റു ഡി എക്സ് വേണേ, അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. ഇൻറ്റു ഡി എക്സ് വേണം, അതായത് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് നമ്മൾ ഇതിനെല്ലാം ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇനി അടുത്തത് ഈ x⁻n താഴെയല്ലേ വന്നേക്കുന്നത്. സോ അതിനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഞാൻ x⁻n എന്ന് എഴുതാം, -n dx. കാരണം താഴെ നമുക്ക് ഡിനോമിനേറ്റർ ആയിട്ട് x⁻² അല്ലെ x⁻³ എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ആകെ നമ്മുടെ കയ്യിൽ ഒരു ഫോർമുലയുണ്ട്. അപ്പോൾ ആ ഫോർമുലയിലേക്ക് ആക്കാനല്ലേ നമ്മൾ ആദ്യം നോക്കുകയുള്ളൂ. സോ ഇവിടെ ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്തു, x⁻n എന്നുള്ളത് എന്താണ് ഡിനോമിനേറ്ററിൽ കിടക്കുന്നത്, ന്യൂമറേറ്ററിലേക്ക് പോയപ്പോൾ എന്തായി x⁻n ആണ്. അങ്ങനെ വരുമ്പം ഇനി ഞാൻ ആ ഫോർമുല അങ്ങ് അപ്ലൈ ചെയ്യണം. ഏതാ എൻ്റെ കയ്യിലുള്ള ഫോർമുലയാണ് x⁻n+1 / n+1. ഞാൻ ഈ ഇൻ്റഗ്രൽ ഡി എക്സ്, അപ്പം ഇവിടെ ഞാൻ എഴുതുമ്പോൾ ഇൻ്റഗ്രൽ x⁻n+1 ഓക്കെ, നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇനി അടുത്തത് അത് വെച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്യാം. ഇൻ്റഗ്രൽ 1/x⁻9 dx. അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ ഓർത്തോണേ, 1/x⁻, എക്സ് മാത്രം ഒറ്റ ടേമേ ഉള്ളൂ, അതിൻ്റെ മുകളിലൊരു എക്സ്പൊണൻഷ്യലായിട്ട് ഒരു 9 വന്നേക്കുന്നത്. സോ ഞാൻ അതിനെ എടുത്ത് എന്ത് ചെയ്യുന്നു, ഇക്വേഷൻ അങ്ങ് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. ഇൻ്റഗ്രൽ x⁻9 dx എന്നാക്കാം. അപ്പോൾ എൻ്റെ ആൻസർ, ഞാൻ ഈ ഇൻ്റഗ്രൽ എപ്പോഴും ഇടുന്നു, x⁻9 + 1 ഹോൾ ഡിവൈഡ് ബൈ -9 + 1. സോ ആൻസർ എന്തായിട്ട് മാറും, പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും, ഇങ്ങനെ -9 + 1 എന്ന് പറഞ്ഞ് ചെയ്യുന്നത് എങ്ങനെയാന്ന്? രണ്ട് മൈനസ് വരുന്ന നമ്മൾ അത് കുറച്ച് ചെറിയ ക്ലാസ് പഠിക്കുന്ന -9 + 2 മൈനസ് വന്നു കഴിഞ്ഞാൽ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ആ സൈൻ. പിന്നെ -9 + 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടും ഡിഫറെൻ്റ്, അതായത് -9 1 -9 ആഡ് ചെയ്യാൻ. അപ്പം നമ്മൾ ഈ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചേക്കുന്നത് വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിൻ്റെ സൈൻ ഇടാനെന്നുള്ള ഒരു ടെക്നിക്കാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വലുത്, അത് ലാർജ് നമ്പറിൽ നിന്ന് സ്മോൾ നമ്പർ കുറയ്ക്കാൻ വന്നു കഴിഞ്ഞാൽ ഇവിടെ 8 വരും. പിന്നെ അതിൻ്റെ സൈൻ ഇടേണ്ടത് വലിയ നമ്പറിൻ്റെ, സോ ഇവിടെ -8 എന്ന് വരും. ഞാനൊന്ന് പറഞ്ഞു പോയതാണ്. അപ്പോൾ ഇവിടെ എന്ത് വരും, ഹോൾ ഡിവൈഡ് ബൈ -8 വരും. അപ്പോൾ നമുക്ക് +c ഉണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ അവിടെ ആയി. എല്ലാത്തിനും കൂടെ +c ഇട്ടാണ്. ഞാൻ പ്രീവിയസ് പ്രോബ്ലത്തിൽ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അതും +c ആണ്. ഞാനത് ഇവിടെ ഞാൻ എഴുതാൻ വിട്ടുപോയതാ. നമ്മുടെ ക്വസ്റ്റ്യൻ വരുമ്പോഴും നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ട് അതിൽ നിന്ന് +c വെച്ചായിരിക്കും വരുന്നത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ, എഴുതുന്നതൊക്കെ വായിക്കാൻ പറ്റുന്നുണ്ടാവുമല്ലോ. കുറച്ച് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നോട്ട്സ് എഴുതാമെന്ന് വിചാരിച്ചത്. അപ്പം നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ റിപ്ലൈ ചെയ്യുക. ഒരാളത് പറഞ്ഞിട്ടുണ്ട് +c ചേർക്കേണ്ടതെന്ന്.
അതെ, പ്ലസ് സി ചേർക്കണം. ഞാൻ വിട്ടുപോയതാണ്. എല്ലാ പ്രോബ്ലം മീൻസ് ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആണെങ്കിൽ നമ്മൾ പ്ലസ് സി ചേർക്കണം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ, അപ്പം അതിനു മുമ്പ് ഈ ക്വസ്റ്റ്യൻ ഒന്ന് എഴുതട്ടെ. ഇൻ്റഗ്രൽ 1 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു 1/2 dx, എക്സ് റേസ് ടു 1/2. അപ്പം ഇങ്ങനെ എടുത്തിട്ട് അപ്പോൾ തന്നെ നമ്മൾ ഓർത്തോണം എന്താണ് നമുക്ക് എക്സ്പോണൻഷ്യൽ, അതായത് നമ്പർ അല്ലേ. അപ്പം ഒന്നും നോക്കണ്ട, എന്ത് ചെയ്യുക, എക്സ് റേസ് ടു 1/2 dx ഇടുക. ഇനിയിപ്പോൾ എന്താ ആൻസർ വരും, എക്സ് റേസ് ടു 1/2 പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ -1/2 പ്ലസ് 1. ഈ ആൻസറിനെ എന്ത് ചെയ്യും, 1/2 മേളിലേക്ക് പോവും, 1/2 താഴെ 1/2 ആയിട്ട് കിടക്കുക. സോ അത് മേളിലേക്ക് പോകുമ്പോൾ നേരെ തിരിഞ്ഞ് വരും, റെസിപ്രോക്കലായിട്ട് വരും. സോ 2/1 എന്ന് വരും ഇൻറ്റു എക്സ് റേസ് ടു 1/2. ദാറ്റ് ഈസ് ഈക്വൽ ടു 2x റേസ് ടു 1/2 പ്ലസ് സി. ഒരു ആൻസർ ആയില്ലേ. ഇനി അടുത്ത് നമ്മൾ ഓരോ പ്രോബ്ലം കഴിയുമ്പോൾ കുറച്ച് പാടായിട്ട് വരും. നമ്മൾ ഇനി 2 പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നെക്സ്റ്റ് 2-3 ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഫോർമുലയിലേക്ക് ഒരു ചേഞ്ച് വരും. പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തോട്ടെ. സ്പീഡ് കൂടുതലാണെങ്കിൽ ഒന്ന് പറയണേ. അടുത്ത ക്വസ്റ്റ്യൻ, എക്സ് റേസ് ടു -1 dx ഈസ് ഈക്വൽ ടു. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നോർമലി ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്യും. ഏതാ, എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1. ഞാൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുവാണേ. അപ്പോൾ -1 പ്ലസ് 1 ഹോൾ ഡിവൈഡ് ബൈ -1 പ്ലസ് 1. അപ്പോൾ ഇവിടെ നോക്കിയേ എന്ത് വരും, എക്സ് റേസ് ടു 0 ബൈ 0. ഓക്കെ, ഇത് അല്ലെങ്കിൽ എക്സ് റേസ് ടു 0 എന്ന് പറയുന്നത് അതും ഒന്ന് ഓർത്തിരുന്നോണം എല്ലാവരും. എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്ക് നിങ്ങൾക്ക് ഇപ്പം എന്നല്ല എപ്പോഴും അതൊരു യൂസ്ഫുൾ ആണ് ക്വസ്റ്റ്യൻ. എനി നമ്പർ റേസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതെന്ത് വരും, 1 ഡിവൈഡ് ബൈ 0 വരും. നമുക്കറിയാം 1 ഡിവൈഡ് ബൈ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ഇൻഡിറ്റർമിനേറ്റ് ഫോമാണ്, അല്ലെങ്കിൽ അത് നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്തു, നമുക്ക് അപ്പം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഈ ഒരു നമ്മൾ ഇത്രയും നേരം യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഇക്വേഷന് ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അത് എന്തുകൊണ്ടാണ്, നമുക്ക് എന്തുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്ത, കാരണം ഇതും എക്സ് റേസ് ടു n എന്നുള്ള ഫോർമാറ്റ് അല്ലേ, ആകെ മൈനസ് സൈൻ വന്നെന്നല്ല ഉള്ളൂ. പക്ഷെ നമ്മൾ എന്തുകൊണ്ടാണ് അത് അപ്ലൈ ചെയ്യാത്തത്? അപ്പം അതിന് നമ്മുടെ ആ ഒരു ഇക്വേഷൻ ഞാൻ ഒന്നുകൂടി എഴുതുവാണ്. ശരിക്കും നമ്മുടെ ഇക്വേഷനിൽ കൺഫ്യൂഷൻ ആയിരിക്കാനാണ് പറഞ്ഞത്. എക്സ് റേസ് ടു n dx എന്ന് പറയുന്ന ഈ ഫോർമുല ശരിക്കും വരുന്നത് ഇങ്ങനെയാണ്, എക്സ് റേസ് ടു n+1 ഡിവൈഡ് ബൈ n+1. സോ n ഈസ് നോട്ട് ഈക്വൽ ടു -1. ശരിക്കും ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. അപ്പം ഞാനത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു പ്രോബ്ലം ചെയ്തിട്ട് അത് പറയാമെന്ന് വിചാരിച്ചു. എന്തുകൊണ്ടാണ് ഇവിടെ എക്സിൻ്റെ എന്നിൻ്റെ വാല്യൂ -1 വന്നു കഴിഞ്ഞാൽ ഈ ഒരു
ഫോർമുല നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് നമുക്ക് മൈനസ് ഇത് റേസ് ടു -1 എന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അത് -1 എന്നുള്ള വാല്യൂ വരുന്ന ഇത് പ്രശ്നമാകും. സോ അതിന് വേണ്ടി അപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? സോ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നതാണ് ഇൻ്റഗ്രൽ x⁻1 dx. നമുക്കിതിനെ രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഇതിനൊരു ആൻസർ ഉണ്ട്, അല്ലെങ്കിൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഇത്രയും നേരം ഡിനോമിനേറ്ററിൽ ഒരു x⁻2 വന്നു കഴിഞ്ഞാൽ അതിനെ എന്ത് ചെയ്തു, മുകളിലേക്ക് കൊണ്ടുപോയിരുന്നു. പക്ഷെ ഇപ്പം നമ്മൾ നേരെ തിരിച്ച് ചെയ്യാം. ഇതിനെ x⁻1 എന്ന് പറഞ്ഞാൽ എന്താണ്, 1/x ആണ്. ഡൗട്ട് ഇല്ലല്ലോ ആർക്കും. അപ്പോൾ ഇൻ്റഗ്രൽ ഓഫ് 1/x × dx എന്നാണ്. അപ്പോൾ x⁻1 വന്നു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. സോ ഇതിൻ്റെ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, log x + c. ഞാൻ കുറച്ച് മുമ്പ് ഈ ഒരു ഫോർമുല, ബേസിക് ഫോർമുലയിൽ ഈ ഒരു ഫോർമുല എഴുതി. അപ്പോൾ നമുക്ക് ഓർത്തോണം, n = -1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോബ്ലം, ഈ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. അതിന് നമുക്ക് ഡയറക്റ്റ് ഫോർമുലയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇൻ്റഗ്രൽ 1/x dx = log x + c എന്ന് പറയുന്ന ഒരു ഇക്വേഷന് ഇതിനായിട്ട് മാത്രം വന്നേക്കുന്നത്. നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഈ ഒരു ഫോർമുല നമ്മൾ സെപ്പറേറ്റ് പഠിക്കുന്നുമുണ്ട്. പക്ഷെ ആ ഫോർമുലയിലേക്ക് എന്തുകൊണ്ടാണ് വന്നതെന്നുള്ളതാണ് ഞാൻ ഇവിടെ പറയാം. കാരണം നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും, ഇപ്പം ഈ 1/x dx എന്തുകൊണ്ട് x⁻1 എന്ന് എഴുതിയിട്ട് അങ്ങനെ ചെയ്തുകൂടാന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷെ അതിനല്ല, അത് നമുക്ക് പോസിബിൾ അല്ല. എന്തുകൊണ്ട്, n-ന്റെ വാല്യൂ ഒരിക്കലും -1 ആകുമ്പോൾ നമുക്ക് അത് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റത്തില്ല. സോ അതിനാണ് ഇൻ്റഗ്രൽ 1/x dx = log x + c ആണ് ആൻസർ വരുന്നത്. ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത് പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ഫോർമുല കിട്ടി, ഇൻ്റഗ്രൽ 1/x dx = log x + c എന്ന് പറഞ്ഞൊരു ഫോർമുല കിട്ടി. ഇനിയിപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കുകയാണ്. ഇൻ്റഗ്രൽ 1/x + 2 dx. അപ്പോൾ നമ്മൾ ഇതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും? നമുക്കറിയാം ഇത് എക്സിൻ്റെ കൂടെ ഒരു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. അത് എപ്പോഴും ശ്രദ്ധിച്ചോണം. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇക്വേഷനെ ഏതിൻ്റെ മോഡലിലാണ്, ഇത് ഇക്വലൻ്റ് ടു, അതായത് ഇത് നമ്മുടെ 1/x dxൻ്റെ ഫോർമാറ്റാണ്. ഓർത്തോണം. കാരണം എന്താണ്, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാലോ. 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സിൻ്റെ കൂടെ എന്തെങ്കിലും, നമുക്കിപ്പോൾ 2x ആയിരുന്നെങ്കിൽ അതിൻ്റെ കോഎഫിഷ്യൻ്റ് 2 ആയിരുന്നു. അതേപോലെയാണ് ഇവിടെ വരുന്നത്. കോഎഫിഷ്യൻ്റ് 1 ആണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ലോഗിൻ്റെ ഫോർമുല നമുക്ക് അവിടെ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ ലോഗ്
എക്സിന് പകരം എന്താ ഇവിടെ വന്നേ? നമുക്ക് 1/x ആണെങ്കിൽ ലോഗ് എക്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. സോ ഇവിടെ എന്താണ് 1/x+2 ആണ്. അപ്പം ഞാൻ എക്സിന് പകരം ഇവിടെ x+2 എഴുതി പ്ലസ് സി എഴുതി. അപ്പം എൻ്റെ ആൻസർ കിട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്റഗ്രൽ 1/x-20 dx ഈസ് ഈക്വൽ ടു, നിങ്ങളൊന്ന് ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ നോക്കി. ഇതിൻ്റെ വളരെ സിമ്പിളാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 1 ആണ്. സോ നമുക്കറിയാം, ഉടനെ ഓർത്തോണം ലോഗിൻ്റെ ഫോമുലയാണ് അവിടെ അപ്ലൈ ചെയ്യേണ്ടത്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് 1 ആണ്. സോ ലോഗിൻ്റെ ഫോമുല അപ്ലൈ ചെയ്യുക, എഴുതുക. ആൻസർ ഒന്ന് എഴുതിക്കേ. നിങ്ങൾ ആൻസർ എഴുതുമ്പോഴത്തേന് ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ എഴുതി വെക്കാം. ചാറ്റ് ബോക്സിൽ ഇടുക കേട്ടോ ആൻസർ. എനിക്ക് ടൈപ്പ് ചെയ്യാൻ പാടാണെങ്കിൽ ഏത് ആൻസർ വരുന്നുണ്ടല്ലോ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, വളരെ സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ? അപ്പോൾ ഞാനിവിടെ ആൻസർ എഴുതി. എന്താണ് ലോഗ് x+c എന്നാണ് ഫോമുല വരുന്നത്. സോ ഇവിടെ ലോഗിന് പകരം x-20 + c ആൻസർ ചെയ്തു. ഇനിയാണ് അടുത്ത നമുക്കൊരു ട്വിസ്റ്റ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഒന്ന് ക്വസ്റ്റ്യൻ ഒന്ന് വ്യക്തമായിട്ട് നോക്കിയേ. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയാവോ? 1/x+9 dx എന്ന് ഉണ്ടായിരുന്നു. നമുക്ക് ആൻസർ അങ്ങ് എടുത്ത് ലോഗ് എന്ന് പറഞ്ഞ് എഴുതാൻ. പക്ഷെ ഇവിടെ കണ്ടോ, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 7 വന്നു. കോഎഫിഷ്യൻ്റ് 1 അല്ല, കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 7 ആണ്. അപ്പോൾ എന്ത് ചെയ്യും നമ്മൾ? സോ ഇതിനും നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഫോമുലയിലോട്ട് ഇങ്ങനെ എഴുതുക. ലോഗ് 7x+9 + c എഴുതുക. അതേസമയം നമുക്ക് എന്ത് ചെയ്യണം? നമ്മൾ ഇൻ്റഗ്രേഷൻ അല്ല, ഡെറിവേറ്റീവ് പഠിച്ചപ്പം d/dx ഓഫ് sin 2x ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ഇങ്ങനെയായിരിക്കും വരുന്നത്. അതായത് d/dx ഓഫ് sin x-ൻ്റെ നമുക്കറിയാം ഫോമുല cos x ആണെന്നറിയാം. അപ്പം ഇവിടെ sin 2x വന്നപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയാം cos 2x × 2 ആണ് നമ്മൾ ചെയ്യുന്നത്. × 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്തു? ഈ എക്സ്ട്രാ എക്സിൻ്റെ സ്ഥാനത്ത് വന്ന എക്സ്ട്രാ വന്ന ഇതിനെ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്തു? ഇൻ്റഗ്രേറ്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇൻ്റഗ്രേറ്റ് അല്ല, ഒന്നുകൂടെ നമ്മളതിനെ ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ഇവിടെ ഇൻറ്റു ചെയ്യാണ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കുക, അതൊരു സൈഡിൽ. അതേപോലെ പക്ഷേ ഇവിടെ നമ്മൾ ഇൻറ്റു ചെയ്തു, പക്ഷേ ഇവിടെ നമുക്ക് ഡിവിഷനാണ് വരുന്നത്. സോ നമ്മുടെ ആൻസർ ഞാൻ ഒന്നുകൂടെ എഴുതാം. ഈ ഒരു ക്വസ്റ്റ്യന് അഗെയിൻ ഇന്റഗ്രൽ 1/7x+9 dx is equal to log 7x+9 + c ഹോൾ ഡിവൈഡ് ബൈ, നമ്മൾ ഇനിയൊന്നുമില്ല, നമ്മുടെ അതേപോലെ തന്നെ നമ്മളെടുത്ത് ആൻസർ എഴുതി. ഡിവൈഡഡ് ബൈ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണ്? 7 ആണ്. സോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ച് നമ്മളിവിടെ ഡിവൈഡ് ചെയ്യുന്നു.
സോ നമുക്കിവിടെ ആൻസർ ഇങ്ങനെ വരും. അതായത് എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് x+9 എന്ന് പറഞ്ഞല്ല നമുക്ക് എഴുതണ്ട. നമുക്ക് എന്താണ് ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് മാത്രം എടുക്കുക. സോ 7 ആണ്. 7 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ്റഗ്രൽ 1/2x + 7 dx. നമ്മളിങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഐഡിയ മനസ്സിലാവുന്ന, നമുക്ക് ആ സ്പീഡ് കിട്ടുകയും ചെയ്യത്തുള്ളൂ. ഇത് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമുക്ക് വളരെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഇതൊക്കെ എന്ന് പഠിച്ചാൽ. നമ്മൾ കുറച്ച് ഇക്വേഷൻസ് പഠിക്കുക, അത് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുക. നമ്മൾ കുറച്ച് നമ്മുടെ നമുക്ക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ, നമ്മൾ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു സ്കില്ലാണ് നമുക്ക് അവിടെ വരുന്നത് തന്നെ. നമ്മൾ ഓരോന്നും നമുക്ക് അപ്ലൈ ചെയ്യാം. നമ്മൾ ഇക്വേഷൻ കാണാൻ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇത് എവിടെയും അപ്ലൈ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിന് വരുമ്പോഴും എന്ത് വരും? നമ്മുടെ ആദ്യത്തെ ഇക്വേഷൻ 2x + 7 + c ഹോൾ ഡിവൈഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താണ്? 2 ആണ്. സോ ആൻസർ ഇത് വരും. അങ്ങനെയാണെങ്കിൽ അടുത്തത് 1/7 - 9x dx ചെയ്യണം. അത് ചെയ്യാൻ എന്താണ് നമുക്കറിയാം, എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്ന് പറയുന്നത് 9 ആണ്. സോ നമ്മുടെ ആൻസറിലോട്ട് log 7 - 9x + c ഹോൾ ഡിവൈഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് നോക്കിയാൽ മതി. എക്സ് ഇപ്പുറത്ത് വന്നില്ല, ഇപ്പുറത്താണ് വന്നത്. സോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് വെച്ച് ഇത് ചെയ്യുക. എത്ര? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഇവിടെ -9 ആണ്. സോ -9. അങ്ങനെയാണ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ നിങ്ങളൊന്ന് ചെയ്യണം. ഇൻ്റഗ്രൽ 1/2 - x dx. ആൻസർ ഒന്ന് ചെയ്യണേ. ആൻസർ ഇതിലേക്ക് ചെയ്താൽ മതി. നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പാടാണ്, നിങ്ങൾക്ക് ജസ്റ്റ് പറ്റുന്ന രീതിയിൽ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടാൽ മതി. ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൻസർ? കറക്റ്റ് ആൻസർ ഒക്കെ വന്നിട്ടുണ്ട്. കറക്റ്റാണ്. -log 2 - x + c. എങ്ങനെയാണ് വന്നതെന്ന് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. log 2 - x + c ഡിവൈഡ് ബൈ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് -1. അപ്പോൾ -1 വെച്ച് ഡിവൈഡ് ചെയ്തു. നമുക്ക് അതിനകത്ത് -1 എന്നുള്ളത് ഇവിടെ മൈനസായി. ഇനി അടുത്തത്, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ പഠിച്ച ഈ സംഭവം ഇനിയും നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവാം. നെക്സ്റ്റ്
നെക്സ്റ്റ് എന്താണ് ഇ റേസ് ടു എക്സിൻ്റെ നമ്മൾ ഓൾറെഡി പഠിച്ച ഇൻറ്റഗ്രൽ ഓഫ് ഇ റേസ് ടു എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു എക്സ് തന്നെയാണ്. അത് എവിടെയും ചേഞ്ച് ആവുന്നില്ല. അപ്പോൾ ഇവിടെ എന്താണ് നമുക്ക് ഡയറക്റ്റ് എടുത്ത് എഴുതുക. ഓക്കെ, അപ്പൊ ഇ റേസ് ടു എക്സ് ആയിരുന്നെങ്കിൽ ഇ റേസ് ടു എക്സ് പ്ലസ് സി എന്ന് അങ്ങ് എഴുതിയാൽ മതി. പക്ഷെ ഇവിടെ എന്താ വന്നേക്കുന്നത്? 7x പ്ലസ് 2 ആ വന്നേക്കുന്നത്. ദാറ്റ് മീൻസ് എക്സിന്റെ കോഎഫിഷ്യന്റ് ഇങ്ങോട്ട് എടുക്കുക, എക്സിന്റെ കോഎഫിഷ്യന്റ് ഇങ്ങോട്ട് എടുത്തിട്ട് ഡിവൈഡ് ചെയ്യുക, എന്നാലും ഈ ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. അപ്പൊ ഈ ഒരു ആൻസർ അവിടെ കിട്ടി. ഇതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ ഇതേപോലെ തന്നെയാണ് ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? നേരെ തിരിച്ച് ഇൻറ്റു ആ ചെയ്യുന്നത്. നമ്മൾ എക്സിൻ്റെ അഡീഷണൽ ആയിട്ട് എക്സിന് ഒരു കോഎഫിഷ്യൻ്റ് എന്ന് വന്നു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഒരു എക്സാമ്പിളൂടെ വേണേൽ പറഞ്ഞുതരാം. ഡിഫറൻസിയേഷൻ വരുമ്പം ഇത് കൺഫ്യൂഷൻ ആവല്ലേ. അപ്പം നമ്മൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x പ്ലസ് 3a ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വി നോ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ 2x, സൈൻ എക്സിൻ്റെ നമുക്കറിയാം എന്താണ് കോസ് എക്സ് എന്ന്. അപ്പോൾ നമ്മൾ അതുപോലെ എന്ത് ചെയ്ത് ആൻസർ ഈ ആൻസറിലേക്ക് കൊടുക്കുക, കോസ് എക്സിന് പകരം 2x പ്ലസ് 3. അപ്പോൾ എന്തായി? കോസ് 2x പ്ലസ് 3 ആയി. പക്ഷേ ആൻസർ കറക്റ്റ് ആയിട്ടില്ല, കാരണം ഇത് ബാലൻസ് ആവണം ഈ ആൻസർ. ഇൻറ്റു എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എടുക്കുക 2. ഈ വളരെ ഈസിയാണ്. ഇവിടെ അതിന് പകരം ഡിവൈഡ് ചെയ്യുന്നു. കുറച്ച് സ്പീഡിൽ, അങ്ങനെ കുറച്ച് ഡയറക്റ്റ് എല്ലാം അപ്ലൈ ചെയ്യാനുള്ള ഇക്വേഷൻസ് ആയതുകൊണ്ടാണ് കുറച്ചൊന്ന് സ്പീഡിലേക്ക് പോകുന്നത്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾ ആൻസർ എഴുതി ടൈപ്പ് ചെയ്ത് അയക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ. അപ്പം അടുത്ത ഫോമുല വേറൊരു ഫോമുലയാണ് എ റേസ് ടു എക്സ് ഡി എക്സ്. ഇപ്പം വേറെ എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പം എക്സ് റേസ് ടു എൻ എന്നൊന്നും എടുക്കണ്ട, ഇത് എ റേസ് ടു എക്സ്. എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണെന്ന് വിചാരിക്കാം. വേറെ എ ഇസ് എ കോൺസ്റ്റന്റ്. അങ്ങനെയാണ് ഇക്വേഷൻ എങ്ങനെ വരുന്നതെന്നറിയാം? എ റേസ് ടു എക്സ് ഡിവൈഡ് ബൈ ലോഗ് എ പ്ലസ് സി എന്ന്. ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്നത് എങ്ങനെ? അപ്പം എക്സ് റേസ് ടു 2 സ്ക്വയർ എന്നൊന്ന് വന്നു കഴിഞ്ഞാൽ ഈ ഇക്വേഷൻ അപ്ലൈ ചെയ്യണോ അതോ ഈ നമ്മുടെ എക്സ് റേസ് ടു എൻ അപ്ലൈ ചെയ്യണോ എന്നൊക്കെ ഉള്ള ഡൗട്ട് നമുക്ക് വരും. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ പ്രത്യേകം പറയുന്നുണ്ട് എ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ദാറ്റ് മീൻസ് എക്സിന്റെ ടേമിലായിരിക്കത്തില്ല ഇത് വരുന്നത്, ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരുന്നത്.
സോ ഇൻ്റഗ്രൽ 5 ഡി എക്സ്. ഇത് നമ്മുടെ ഏതാണ് 5 എന്ന് പറയുന്നത് a എന്നുള്ള ഫോമിലേക്കായി. സോ ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ഇക്വേഷൻ 5 ഡിവൈഡ് ബൈ ലോഗ് എ ആണ്. ഡിവൈഡ് ബൈ ലോഗ് എക്ക് വരെ 5 എഴുതും പ്ലസ് സി കിട്ടി. പിന്നെ നമുക്ക് വേറൊരു ഫോമുലയുണ്ട്. നമ്മുടെ അടുത്തത് നമ്മൾ ട്രിഗ്നോമെട്രിക് ആയിട്ടുള്ള ഫോമുലാസിലോട്ട് പോവാം. ഇപ്പം ഇത്രയും നേരം നമ്മൾ എക്സിൻ്റെയും വൈയുടെയും ഒക്കെ ടേംസിലുള്ള ഫോം പഠിച്ചത്. ഇത് നമുക്കറിയാം ഡി ബൈ ഡി എക്സ്, അതായത് ഡെറിവേറ്റീവ് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ കോസ് എക്സ് ആണ്. ഡെറിവേറ്റീവ് കോസ് എക്സ് എന്ന് പറയുന്നത് മൈനസ് സൈൻ എക്സ് ആണ്. അതേപോലെ ഇനി നമുക്ക് അതേപോലെ തന്നെ ഇൻറ്റഗ്രേഷൻ ചെയ്യുമ്പോഴും വരണമല്ലോ. അപ്പം ഇൻറ്റഗ്രൽ സൈൻ എക്സ് സിമ്പിളാണ്, കോസ് എക്സ് പ്ലസ് സി. അപ്പം നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കണം, ഈ നമ്മുടെ ഡിഫറൻസിയേഷൻ ചെയ്യുമ്പോൾ ഏതായിരുന്നു ഡി ബൈ ഡി എക്സ് കോസ് എക്സിന് മൈനസ് സൈൻ ആയിരുന്നു. അപ്പം നേരെ തിരിഞ്ഞു വരും. അപ്പം അത് കുറച്ച് കൺഫ്യൂഷനാണ്, നിങ്ങളത് ബൈഹാർട്ടായിട്ട് മനസ്സിലാക്കി വെച്ചാൽ മതി. സൈൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് വരുമ്പോഴാണ് എന്ത് നമുക്ക് മൈനസ് വരുന്നത്. പക്ഷേ ഡിഫറൻസിയേഷൻ ഇല്ല, കോസ് എക്സിൻ്റെ വരുമ്പോഴായിരിക്കും മൈനസ് വന്നത്. റിവേഴ്സ് ഓഫ് ദി ഡിഫറൻസിയേഷൻ ആണ് ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. അപ്പം അവിടെ മൈനസ് വരുന്ന പോലെ അല്ല, ഇവിടെ അതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തായിരിക്കും വരുന്നത്. പിന്നെ കോസ് എക്സിൻ്റെ വരുമ്പോൾ സൈൻ എക്സ് പ്ലസ് സി എന്ന് വരും. ഇനി നമുക്ക് സീക്ക് എക്സ് ടാൻ എക്സ്. അപ്പം നമ്മൾ എപ്പോഴും വിചാരിച്ചാണ് സീക്കും ടാനും എന്ന് പറയുന്നത് കുറച്ച് റിലേറ്റഡ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് സീക്ക് എക്സിൻ്റെ ഇൻറ്റഗ്രേഷൻ എന്താണ്, അതുപോലെ തന്നെ ടാൻ എക്സിൻ്റെ എന്താണ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ അതിനായിട്ട് ഈ ഇക്വേഷന് ഒരു സിമ്പിൾ മെത്തേഡാണ് ശരിക്കും അത് ഫോമുലയായിട്ടുണ്ട്. അപ്പം ഞാൻ ഇവിടെ സീക്ക് എക്സ് എന്ന് എഴുതുന്നു, ഇവിടെ ടാൻ എക്സ് എന്ന് എഴുതുന്നു. ഈ 3 കാര്യങ്ങൾ ഇങ്ങനെ എഴുതിയിട്ടാണ് ഇതിൽ നിന്നാണ് ഫോമുല ഉണ്ടാക്കാൻ പോകുന്നത്. ഫോമുല ചെയ്യാൻ പറ്റുന്നത് സീക്ക് എക്സും കൂടി ഞാൻ ഈ ഇൻ്റഗ്രൽ നമുക്ക് സീക്ക് എക്സ് ഇൻറ്റു സീക്ക് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. ഡി എക്സ് ഈസിക്കൽ ടു പിന്നെ ബാക്കിയുള്ള അപ്പോൾ സീക്ക് എക്സും കൂടി ഇൻറ്റു ചെയ്ത് എഴുതി കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ടാൻ എക്സ് പ്ലസ് സി ആണ്. അതായത് ഈ ബാക്കി ഇതിലുള്ള എന്താണ് 3 ബാക്കിയുള്ളത് ടാൻ എക്സ് മാത്രമേ ഉള്ളൂ. സോ ടാൻ എക്സ് പ്ലസ് സി എന്ന് എഴുതി. പിന്നെ അടുത്തത് ഇൻ്റഗ്രൽ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പം നമ്മൾ ഈ 3 ഇങ്ങനെ അടുപ്പിച്ച് എഴുതിയത് എന്തൊരു സിമ്പിൾ ഷോർട്ട് കട്ട് മെത്തേഡാണ് കേട്ടോ പറയുന്നത്. ഇക്വേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂഷൻ വല്ലതും വന്നു കഴിഞ്ഞാൽ എഴുതി നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സീക്ക് എക്സും ടാൻ എക്സും കൂടെ ഞാനങ്ങ് എഴുതി. അപ്പോൾ അങ്ങനെയാണ് ഇൻ്റഗ്രലിനകത്ത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ് എന്ന് പറയുന്നത് സീക്ക് എക്സ് പ്ലസ് സി ആയിരിക്കും. അതായത് ബാക്കി ഇതിൽ ഉള്ളത് സീക്ക് എക്സ് ആണ്. സോ സീക്ക് എക്സ് പ്ലസ് സി എന്ന് പറഞ്ഞ് വരും. അതേപോലെ തന്നെയാണ് കൊസീക്ക് എക്സ് ഇൻറ്റു കോട്ടെക്സ് എന്ന് പറയുന്ന ഫോമുലയുണ്ട്. ആ ഫോമുല ഞാൻ ഓൾറെഡി ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ അതൊന്നുകൂടെ പഠിക്കണം. പിന്നെ നമുക്കിനി ഒരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. എൻ്റെ മെസ്സേജ് ഒന്ന് നോക്കട്ടെ. ഇതിപ്പോൾ പറഞ്ഞ കൺഫ്യൂഷനാണ്. ഞാൻ സീക്ക് എക്സും ടാൻ എക്സിൻ്റെയും കൂടെ ഒരു ഇക്വേഷൻ ഉണ്ട്. കാരണം സീക്ക് എക്സിൻ്റെ ഒരു റിലേഷൻ സീക്കും ടാനും കൂടെ എപ്പോഴും ഒരു റിലേഷൻ വരും. സോ അതുകൊണ്ടാണ് അതിനെ ഒരു സിമ്പിൾ മെത്തേഡിൽ ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കൺഫ്യൂഷൻ വേണ്ട. അതുപോലെ തന്നെയാണ് സീക്ക് എക്സ് കോട്ടെക്സും നമുക്ക് എഴുതി കഴിഞ്ഞാലും ഇതുപോലെ ഇക്വേഷൻ. ആ ഇക്വേഷൻ ഓൾറെഡി നമ്മുടെ നോട്ട്സിൽ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ അതിനെക്കുറിച്ച് പറയാനേ. ഇനിയിപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റ്യനോടെ നമുക്ക് ചെയ്യണം.
സോ ഇതവിടെ ഇനി ഒരു ക്വസ്റ്റ്യൻ ചെയ്യണം. ഇനിയും വരുന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ഇനിയും റൂട്ട് ഓഫ് ഇന്റഗ്രൽ റൂട്ട് ഓഫ് ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അതായത് ഇന്റഗ്രൽ റൂട്ട് എക്സ് മൈനസ് 1/√x in the whole square into dx. ഓക്കെ, ഇനിയും ഇതിൽ ഈ ഒരു പ്രോബ്ലം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ വേണം നമുക്ക് ക്ലാസ് എൻഡ് ചെയ്യാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ, നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ? ഇത് ആദ്യം നമ്മൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ഇത് ഇൻ്റഗ്രേഷൻ ആണെന്നുള്ളത് മനസ്സിലായില്ലേ? ഇൻ്റഗ്രൽ സൈൻ എന്നുള്ള ഇത് വെച്ച് നിങ്ങൾക്ക് ഇൻ്റഗ്രേഷൻ ചെയ്യാനാണെന്ന് മനസ്സിലായി. പിന്നെ രണ്ട് ഫംഗ്ഷനുണ്ട്, രണ്ട് സെപ്പറേറ്റ് ഫംഗ്ഷനാണ് വരുന്നത്. അതായത് ഇതൊരു ഫംഗ്ഷനാണ്, ഇത് രണ്ടാമത്തെ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? രണ്ട് ഫംഗ്ഷൻ വന്ന ഇൻ്റഗ്രേഷനിൽ എങ്ങനെയാണ് നമുക്ക് ചെയ്യാം? ഇൻ്റഗ്രേഷനിൽ എഫ് ഓഫ് എക്സ് ഒരു ഫംഗ്ഷൻ മൈനസ് ടി ഓഫ് എക്സ് എന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സെപ്പറേറ്റ് ചെയ്യാം. എഫ് ഓഫ് എക്സ് മൈനസ് ഇൻ്റഗ്രൽ ടി ഓഫ് എക്സ്. അതായത് ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മൾ എപ്പോഴും അതാണ് അഡീഷനും സബ്സ്ട്രാക്ഷനും ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യാനും എല്ലാം നമ്മൾ അങ്ങനെയാണ് മെത്തേഡ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് എടുക്കുക. ഇൻ്റഗ്രൽ റൂട്ട് എക്സ് ഡി എക്സ്. ഇത് കൺഫ്യൂഷൻ ആയിരിക്കും. ഞാൻ ഒന്നുകൂടെ ഇതിനെ എഴുതാം. ഈ ക്വസ്റ്റ്യന് ഒന്നുകൂടെ എഴുതാം. ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ റൂട്ട് എക്സ് മൈനസ് 1/√x the whole square. ഓക്കെ, റൂട്ട് എക്സ് മൈനസ് 1/√x in the whole square ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതിനെ ഇവിടെ റൂട്ട് എക്സ് ഒക്കെ വന്നുകൊണ്ട് നമുക്ക് റൂട്ട് എക്സ് ഒക്കെ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് റൂട്ട് എക്സിനെ നമുക്ക് ഇതിനെ സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാലും നമുക്ക് ഈ ഒരു ഇത് നമുക്ക് ഇതിനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ എന്നാണ് നമുക്ക് ഇതിനെ എഴുതാം. എ മൈനസ് ബി ദ ഹോൾ സ്ക്വയർ. ഞാൻ ഈ ക്വസ്റ്റ്യൻ എഴുതിയപ്പോൾ കുറച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എഴുതിയപ്പം വേറൊരു രീതിയിൽ എഴുതി, അതുകൊണ്ടാണ് കുറച്ച് കൺഫ്യൂഷൻ വന്നത്. കാരണം ഒരു ബ്രാക്കറ്റ് തന്നിട്ടാണ് അതിനുള്ളിലാണ് റൂട്ട് എക്സ് മൈനസ് 1/√x എന്താ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ഇതിനെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ റൂട്ട് എക്സ് മൈനസ്
1/√x ഇൻ ദ ഹോൾ സ്ക്വയർ എന്നായിരുന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സെപ്പറേറ്റ് ചെയ്തിട്ട് ഓരോന്നിനെയും ഇൻഡിവിജ്വലി അങ്ങ് ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മതി. അപ്പം ഇതെന്ന് വെച്ചാൽ അങ്ങനെയല്ല, √x മൈനസ് 1/√x ഇൻ ദ ഹോൾ സ്ക്വയർ ആണ്. അതായത് a മൈനസ് ബി ഇൻ ദ ഹോൾ സ്ക്വയർ എന്നുള്ള ഒരു ഫോർമാറ്റിൽ നമുക്കറിയാം. ഇതിൻ്റെ ഇക്വേഷൻ അറിയാം, a² മൈനസ് 2ab പ്ലസ് b² ആണെന്ന് അറിയാം. സോ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻ എഴുതുന്ന ഒരു ചെറിയൊരു ഡിഫറൻസ് വന്നുകൊണ്ടാണ് അത് നമ്മൾക്ക് വേറെ രീതിയിൽ ചെയ്യേണ്ടി വന്നത്. അപ്പം ഇതിനെ നമുക്കൊന്ന് ഈ ഇക്വേഷൻ വെച്ചൊന്ന് ചെയ്യാം. ഇത് ചെയ്യുമ്പോൾ ഇവിടെ a എന്താണ്, √x ആണ്. b എന്താണ്, 1/√x അല്ലേ, അതെ 1/√x ആണ്. സോ ഇനി ഒന്നും നോക്കണ്ട, a ഇങ്ങോട്ട് എഴുതി b ഇങ്ങോട്ട് എഴുതി ഈ ഇക്വേഷനിലോട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. കാരണം നമുക്ക് ഈ ഒരു ഫോർമാറ്റിലാണെന്ന് ഉറപ്പായല്ലോ, നമുക്ക് എടുത്ത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ a² എന്ന് പറഞ്ഞാൽ √x സ്ക്വയർ മൈനസ് 2 × ab, a എന്താണ് √x ആണ്, ഇൻറ്റു 1/√x ആണ് b, പിന്നെ പ്ലസ് b² എന്ന് വെച്ച് കഴിഞ്ഞാൽ 1/√x ദ ഹോൾ സ്ക്വയർ. സോ നമുക്ക് എങ്ങനെ ചെയ്യാം, √x ഇൻറ്റു √x ആണ് √x², അതെന്താണ് x വരും. നമ്മൾ നേരത്തെയും പ്രോബ്ലംസ് ഒക്കെ ചെയ്തപ്പോൾ നമ്മൾ അത് പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഞാൻ ഈ ഇൻ്റഗ്രൽ സൈൻ ഇങ്ങനെ നമ്മൾ ഇട്ടോണം. പിന്നെ അതുപോലെ തന്നെ ആൻസറിലെല്ലാം സിയും ഇട്ടോണം, കുറച്ചും ആൻസറിൽ സിയും ഇട്ടോണം. സോ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രൽ ഇതിന് ഓരോന്നിനും ഇൻ്റഗ്രൽ അപ്ലൈ ചെയ്യാമല്ലോ. x²/2 മൈനസ് 2 × dx ആണ്. നമുക്കറിയാം ഇതിൻ്റെ കൂടെ എന്തുണ്ട്, dx ഉണ്ട്. അപ്പം 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് അങ്ങനെ തന്നെ എഴുതി. dxൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറഞ്ഞാൽ x ആണ്, പിന്നെ മൈനസ് 1/x. അടുത്തത് നമുക്കറിയാം 1/xൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു, x⁻² -2 എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്കറിയാം 1/xൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്, log x. So answer x²/2 minus 2x minus log x plus c. ക്വസ്റ്റ്യൻ ഒന്ന് ക്ലിയർ ആയിട്ട് എഴുതാം. എന്നിട്ട് എനിക്ക് ആദ്യം ക്വസ്റ്റ്യൻ ഞാൻ ഒരു എഴുതിയോണ്ടാണ് അങ്ങനെ വന്നത്. ആദ്യം ഒരു ഡൗട്ട് വന്നത്. ഞാൻ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ എഴുതാം. ഇൻ്റഗ്രൽ √x minus 1/√x the whole square. സോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ a - b the whole square എന്നുള്ള ഫോർമാറ്റാണ്.